സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷം. അടിയന്തരമായി വൈദ്യുതി വാങ്ങാൻ നീക്കം. റെഗുലേറ്ററി കമ്മീഷൻ അടിയന്തര സിറ്റിംഗിന് ഒരുങ്ങുകയാണ്. വിവരങ്ങൾ നൽകാൻ രജിത്തുണ്ട്. രജിത്ത്, കഴിഞ്ഞ കുറച്ച് ദിവസമായി മുൻകൂട്ടി അറിയിക്കാതെയുള്ള വൈദ്യുതി കട്ട് വലിയ അമർഷം, വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് എന്നുള്ളതാണ്. പല വിശദീകരണങ്ങളൊക്കെ വൈദ്യുതി മന്ത്രിയുടെ ഭാഗത്തു നിന്നുമൊക്കെ വരുമ്പോൾ പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലം ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മറുവശത്ത് എന്നുള്ളതാണ്. വൈദ്യുതി വാങ്ങാനുള്ള നീക്കമൊക്കെയുണ്ട്. ഇപ്പോൾ അടിയന്തര സിറ്റിംഗിനൊരുങ്ങുകയാണല്ലോ. മറ്റു വിവരങ്ങൾ? അശ്വതി, റെഗുലേറ്ററി കമ്മീഷന്റെ അടിയന്തര സിറ്റിംഗ് ആണ് നാളെ നടക്കുന്നത്. ഇതിൽ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങാൻ, ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഉള്ള വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പീക്ക് അവേഴ്സിലാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതിയുടെ പ്രതിസന്ധി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉള്ളത്. KSEBയുടെ ഈ അപേക്ഷ റെഗുലേറ്ററി കമ്മീഷൻ ഇതിനോടകം തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. അത് നാളെ നടക്കുന്ന സിറ്റിംഗിൽ പരിഗണിക്കുകയും ഒരുപക്ഷെ ഇതിന് അനുമതി നൽകുകയും ചെയ്യും. അതോടുകൂടി ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ KSEBയും കണക്കാക്കുന്നത്. റൗണ്ട് ദി ക്ലോക്ക് അടിസ്ഥാനത്തിൽ വൈദ്യുതി വാങ്ങാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ യൂണിറ്റിന് 5.96 രൂപ നിരക്കിൽ വൈദ്യുതി വാങ്ങുന്നതിനായി റെഗുലേറ്ററി കമ്മീഷനിൽ വാങ്ങുന്നതിനാണ് റെഗുലേറ്ററി കമ്മീഷനോട് അഭ്യർത്ഥന നടത്തിയിട്ടുള്ളത്. അത് സംബന്ധിച്ചുള്ള കാര്യവും നാളെ നടക്കുന്ന സിറ്റിംഗിൽ പരിഗണിക്കും. കൂടാതെ തന്നെ കൂടുതൽ വൈദ്യുതി വാങ്ങുന്നതിനായി നേരത്തെ തന്നെ പീക്ക് സമയങ്ങളിൽ ആവശ്യമായ വൈദ്യുതി ഉറപ്പാക്കുന്നത് ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങുന്നതിനുള്ള കാര്യവും കൂടി പരിഗണനയിലുണ്ട്. ഈ കാര്യങ്ങളൊക്കെയും നാളെ നടക്കുന്ന സിറ്റിംഗിൽ പരിഗണിച്ച് ഒരുപക്ഷെ KSEBക്ക് അനുമതി നൽകാനാണ് സാധ്യത. കാരണം അത്ര കണ്ട് വൈദ്യുതിയുടെ പ്രതിസന്ധി സംസ്ഥാനത്ത് തുടരുന്നുണ്ട്. നേരത്തെ അരമണിക്കൂർ എന്ന വൈദ്യുതിയുടെ നിയന്ത്രണം ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിൽ തന്നെയും ആ നിയന്ത്രണ സമയം കൂടുതലാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വൈദ്യുതി ഭവനിലേക്കടക്കം മാർച്ചടക്കം നടക്കുന്ന, പ്രതിഷേധങ്ങളടക്കം നടക്കുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരുപക്ഷെ നാളെ റെഗുലേറ്ററി കമ്മീഷൻ 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങുന്നതിനുള്ള അനുമതി നൽകാൻ തന്നെയാണ് സാധ്യത. നാളെ നടക്കുന്ന സിറ്റിംഗിൽ ഇക്കാര്യം പരിഗണിക്കും. ഒപ്പം തന്നെ ഹ്രസ്വകാല അടിസ്ഥാനത്തിലും ദീർഘകാല അടിസ്ഥാനത്തിലും കൂടുതൽ വൈദ്യുതികൾ വാങ്ങുന്നതിനുള്ള അപേക്ഷകളും ഇതിനോടകം തന്നെ KSEB സമർപ്പിച്ചിട്ടുണ്ട്. അവയിലും നാളെ നടക്കുന്ന സിറ്റിംഗിൽ തീരുമാനമായേക്കുമെന്നാണ് സൂചന. എന്തുതന്നെയായാലും 200 മെഗാവാട്ട് വൈദ്യുതി അടിയന്തരമായി വാങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനുള്ള അനുമതി ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. രജിത്ത്, അതോടൊപ്പം തന്നെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ പ്രതിപക്ഷം വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത്. മുന്നൊരുക്കമില്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് ഈ ഒരു അവസ്ഥയുണ്ടാകുന്നത് എന്നതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. തീർച്ചയായും മുന്നൊരുക്കത്തിന്റെ ഒരു കുറവ് തന്നെയാണ് വൈദ്യുതിയുടെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വ്യക്തമാക്കിയത്. എത്ര കണ്ട് വൈദ്യുതി മിച്ചമുണ്ട്, ഒപ്പം തന്നെ ഡാമിൽ എത്ര കണ്ട് വെള്ളം ഉണ്ട് എന്നത് സംബന്ധിച്ചുകൂടി തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഒരു റെഗുലേറ്ററി കമ്മീഷൻ നൽകുന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ടുകൾ അടക്കം ഒന്നും പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഒപ്പം തന്നെ KSEB ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ കണക്ക് സൂക്ഷിക്കേണ്ടതുണ്ട്. ആ കണക്കുകൾ സൂക്ഷിച്ചിരുന്നു ഇത്തരം പ്രതിസന്ധി വരാതെ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം കൃത്യമായി പറയുകയും ചെയ്തു. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, KSEBയുടെ ഒരു മുന്നൊരുക്കം, ഈ വൈദ്യുതി പ്രതിസന്ധി നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കം നടന്നിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളും ഒപ്പം തന്നെ യുവജന സംഘടനകളും ഉയർത്തി കാണിക്കുന്നത്.